നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കെ.സി. പക്ഷത്തെ അമർഷം മറനീക്കുന്നു. കെ.സിയെ ക്രൂരമായി വേട്ടയാടിയെന്നും തിരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നുവെങ്കിൽ അതിൻ്റെ പഴി കെ.സിക്ക് കേൾക്കേണ്ടി വരുമായിരുന്നുവെന്നും പറഞ്ഞാണ് കെ.സി. പക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. റാന്നിയിലെ നിയുക്ത എം.എൽ.എ ആയ പഴകുളം മധുവും ചടയമംഗലത്തെ നിയുക്ത എം.എൽ.എ ആയ എം.എം. നസീറുമാണ് കെ.സിക്കായി ആദ്യ വെടിപൊട്ടിച്ച് രംഗത്ത് വന്നത്. കൃത്രിമമായ പുതുബോധം സൃഷ്ടിച്ച് ഒരു വ്യക്തിയെ തിരഞ്ഞുപിടിച്ച് അവഹേളിക്കുക, ആക്രമിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം കെ.സി. വേണുഗോപാൽ എന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയെ ക്രൂരമായി വേട്ടയാടി. ഇന്ത്യയിൽ കോൺഗ്രസ് തോറ്റാൽ പഴി കെ.സിക്ക്, ജയിച്ചാൽ അദ്ദേഹം അവഗണിക്കപ്പെടുന്നു. പഴകുളം മധു പ്രതികരിച്ചു. 20 വർഷം അദ്ദേഹം എം.എൽ.എ ആയിരുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ഇരു സഭകളുടെയും അംഗമായിരുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. ഇത്രയും പാരമ്പര്യമുള്ള നേതാവിനെയാണ് കേരളത്തിൽ വേട്ടയാടിയത്. ഇതിൽ അന്വേഷണം വേണം, മധു ആവശ്യപ്പെട്ടു. വേണുഗോപാലിനെതിരെ വലിയ തോതിൽ PR വർക്ക് നടന്നെന്ന് നിയുക്ത ചടയമംഗലം എം.എൽ.എ ആയ എം.എം. നസീറും തുറന്നടിച്ചു. കേരളത്തിൻ്റെ പ്രവർത്തന ശൈലി നന്നായി അറിയാവുന്ന നേതാവാണ് വേണുഗോപാൽ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് കെ.സി. അർഹനല്ലെന്നും നൂലിൽ കെട്ടിയിറക്കിയ ആളാണെന്നും ചിലർ അധിക്ഷേപിച്ചു. കേരളത്തിന് പുറത്തുവെച്ച് ആസൂത്രിതമായി നടത്തിയ പ്രചാരണമാണിത്. വലിയ PR വർക്കാണ് വേണുഗോപാലിനെതിരെ നടന്നത്. സാധാരണക്കാർ അത് തെറ്റിദ്ധരിച്ചു. ഇതിൽ അന്വേഷണം വേണം, നസീർ ആവശ്യപ്പെടുന്നു. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം എം.എൽ.എമാരും പിന്തുണച്ചിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. ക്രൂരമായി അവഗണിക്കപ്പെട്ടതിൻ്റെ രോഷമാണ് മധുവിലൂടെയും നസീറിലൂടെയും മറനീക്കുന്നത്. കോൺഗ്രസിൽ സീനിയോറിറ്റിയും ഭരണപരിചയവും ദേശീയ തലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ മികവുമൊക്കെ ഉണ്ടായിട്ടും തന്നെ ക്രൂരമായി അവഗണിച്ചതിൽ രമേശ് ചെന്നിത്തലയും കടുത്ത പ്രതിഷേധത്തിലാണ്. സതീഷിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ചെന്നിത്തല തൽക്കാലം വിട്ടുനിൽക്കുകയാണ്. സതീഷിനെ മുഖ്യമന്ത്രിയാക്കിയതോടെ ചെന്നിത്തല പക്ഷവും കെ.സി. പക്ഷവും ഇടയുകയാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ചെന്നിത്തല സതീശൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതിലും വ്യക്തതയില്ല. ചെന്നിത്തല ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് കെ. മുരളീധരൻ പ്രതികരിച്ചത്. എന്തായാലും കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് യുദ്ധം ശക്തമായ സൂചനയാണ് കെ.സി. പക്ഷത്തിൻ്റെ പൊട്ടിത്തെറിയോടെ പുറത്തുവരുന്നത്. കെ.സിയുടെ അതൃപ്തിയും മറനീക്കിയിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന് മാധ്യമങ്ങളിൽ നിന്ന് ഇന്ന് ചോദ്യം വന്നപ്പോൾ അതും കൂടി വേണമെങ്കിൽ താൻ കൊടുക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നാണ് കെ.സി. പറഞ്ഞത്. കെ.സിയുടെയും ചെന്നിത്തലയുടെയും അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും എന്നതും പ്രധാനമാണ്.